ഹായ് ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും മോംസ് വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപൊളി ചക്കക്കുരുവും പരിപ്പും മാങ്ങയും മുരിങ്ങയ്ക്കോലും ഒക്കെ ഇട്ട് ഒരു നല്ല അടിപൊളി ഒഴിച്ചുകറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ പരിപ്പ് എൻ്റെ ഇരിക്കുന്ന പരിപ്പ് പെട്ടെന്ന് വേവുന്ന പരിപ്പാണ് കേട്ടോ. അപ്പോൾ പരിപ്പും ചക്കക്കുരുവും കുക്കറിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനാവശ്യമുള്ള മഞ്ഞൾപ്പൊടിയും, ഇനി ആ കറിക്ക് ഒരുപാട് നമ്മൾ ഈ കറിക്ക് എരി വയ്ക്കത്തില്ല. അപ്പോൾ അതിനാവശ്യത്തിനുള്ള മുളക് പൊടിയും ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു വിസിലടിപ്പിച്ചാൽ മതി. പെട്ടെന്ന് വേകുന്ന ചക്കക്കുരു അതുപോലെ പരിപ്പും പെട്ടെന്ന് വേകുന്നതാണ്. അപ്പോൾ ഇപ്പുറത്ത് വേറൊരു മൺചട്ടിയിൽ ഞാൻ ഒരു പകുതി മാങ്ങ അരിഞ്ഞതും ഒരു മുരിങ്ങയ്ക്കയും കൂടെ അരിഞ്ഞ് മുളക് പൊടി അതുപോലെ ഉപ്പ് മഞ്ഞൾപ്പൊടി ഇച്ചിരി എല്ലാം കൂടെ ഇട്ട് വേവാനായിട്ട് മറ്റൊരടുപ്പിലിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മുരിങ്ങയ്ക്ക എല്ലാം ഒന്ന് വെന്ത് വരട്ടെ. നമുക്കിതിനെ അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഇതിനാവശ്യത്തിനുള്ള അരപ്പ് തയ്യാറാക്കാം. ഞാനിവിടെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 2 ചുവന്നുള്ളി, കുറച്ച് ജീരകം, ആവശ്യത്തിനുള്ള തേങ്ങ. നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഒരു 2-3 അല്ലി വെളുത്തുള്ളി കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. വെളുത്തുള്ളി എന്ന് വെച്ചാൽ ഈ ചക്കക്കുരുവിന് ഗ്യാസിൻ്റെ പ്രയാസം ഉള്ളതുകൊണ്ട് നമുക്കത് 2-3 അല്ലി വെളുത്തുള്ളി ഇടുന്നത് നല്ലതാണ്. ഒരു 2 കറിവേപ്പില ഇട്ട് കൊടുത്തു. വെളുത്തുള്ളി ഇടാൻ ഞാൻ മറന്നുപോയി, അതുകൊണ്ടാണ് ഇപ്പോൾ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇനി അത് ഒന്നുകൂടെ നമുക്ക് അടിച്ചെടുക്കാം. അതാ നമ്മുടെ പരിപ്പും ചക്കക്കുരുവും നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. കണ്ടല്ലോ, നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്കിനി ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ചക്കക്കുരു കടിക്കാനൊക്കെ കിട്ടണം, അപ്പോഴാണ് അതിൻ്റെ രുചി. എല്ലാം ഉടച്ചിതാക്കണ്ട. നമ്മുടെ മാങ്ങയും ഇപ്പോൾ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. മാങ്ങയും മുരിങ്ങയ്ക്കോലൊക്കെ ഇത്രയും മതിയാവും. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും ചക്കക്കുരു ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം അരപ്പ് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും ഒഴിച്ച് എത്ര ആവശ്യത്തിന് വെള്ളം വേണം. ഇച്ചിരി ലൂസായിട്ട് തന്നെ വെക്കണം. ഈ ചക്കക്കുരുവും പരിപ്പും ഒക്കെ ആയതുകൊണ്ട് തണുത്ത് കഴിയുമ്പോൾ നല്ലപോലെ കറി കുറുകിപ്പോവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇച്ചിരി ലൂസായിട്ട് തന്നെ വെക്കണം. അപ്പോൾ അതാ അരപ്പെല്ലാം ഞാനിവിടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചിട്ടുണ്ട്. ഞാൻ ഇച്ചിരി ഏറെ ഇപ്പോൾ വയ്ക്കാൻ എനിക്ക് പൊതിച്ചോറൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഇച്ചിരി ഏറെ വേണമല്ലോ, അപ്പോൾ ഏറെയാണ് വയ്ക്കുന്നത്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് പോകരുത്. ചെറിയ രീതിയിലൊന്ന് തിള വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഞാൻ ഇത്തിരി ലൂസായിട്ടാണ് വെച്ചേക്കുന്നത്, പക്ഷേ തണുത്ത് വരുമ്പോൾ നല്ലപോലെ കുറുകി കിട്ടും. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം. ഉപ്പ് ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ട്, അത് നോക്കിയിട്ട് മാത്രമേ പിന്നെ ഉപ്പിടാവൂ. അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ചെറിയ രീതിയിലൊന്ന് തിള പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഒത്തിരി ലൂസായിട്ടിരിക്കുന്നത് നിങ്ങൾ നോക്കണ്ട. തണുത്ത് കഴിയുമ്പോഴത്തേനും കറി നല്ലപോലെ കുറുകി കിട്ടും. അപ്പോൾ കറി മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇതിനൊരു താളിപ്പും കൂടെ ഉണ്ടാക്കാം. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2-3 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള കടുകും കൂടെ ഇട്ട് കൊടുക്കുക. കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുക് ഇപ്പോൾ പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ ഉള്ളി ഒന്ന് മൂത്ത് വരണം. മൂത്ത് വരട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് 2-3 വറ്റൽമുളകും ഒരു 2 കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതെല്ലാം ഒന്ന് മൂത്ത് കിട്ടണം. ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ആ കറിയിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം. നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. കുറേ നേരം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് പിന്നീട് ഞാൻ കാണിക്കാം. കറി നല്ലപോലെ കുറുകട്ടെ. നല്ല ഈ ചൂട് മാറിയാലേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ കറി എത്രത്തോളം കട്ടിയായിട്ടെന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ അതുകൊണ്ട് നമ്മുടെ കറി ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇനിയും ചൂടാണ്, അപ്പോൾ ഇനിയും ഇരിക്കും തോറും ഇത് കുറുകത്തേ ഉള്ളൂ. അപ്പോൾ ഇതാ അടിപൊളി രുചിയിലുള്ള മാങ്ങയും ചക്കക്കുരുവും മുരിങ്ങക്കോലും എല്ലാം ഇട്ട് വെച്ച നല്ല ഒഴിച്ചുകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകല്ലേ. ബൈ.